എൻ ശ്രീകുമാർ, ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രത്യേകിച്ച് CPM-ൻ്റെ ഈ അടുത്ത കാലത്തുള്ള ക്ഷേത്രസ്നേഹം, വിശ്വാസ പ്രണയം, ഇതൊക്കെ അടവു നയമാണോ, പ്രത്യയശാസ്ത്ര വ്യതിയാനമാണോ, അതോ വൈരുദ്ധ്യാത്മക ഭൗതികവാദമാണോ, അതോ പരാജയം പതിവാക്കുന്നതിൻ്റെ തുടക്കമാണോ? ഇതൊന്നുമല്ല, കാലാകാലങ്ങളിൽ വോട്ട് കിട്ടാൻ വേണ്ടി അവർ കാണിക്കുന്ന ചില കുതന്ത്രങ്ങൾ മാത്രമാണ്. കാരണം CPM-നെ സംബന്ധിച്ചിടത്ത് അവരുടെ പ്രത്യയശാസ്ത്രവും അതുപോലെ മറ്റു അവരുടെ ഗതികളൊന്നും സാധാരണ രീതിയിൽ ഇപ്പോൾ ഉപയോഗപ്പെടുത്താറില്ല. പാർട്ടി കാലാകാലങ്ങളിൽ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ ആ സമയത്ത് എന്തെങ്കിലും നയമുണ്ടാക്കും. അതിന് നേരത്തെ താങ്കൾ പറഞ്ഞ പോലെ എന്തെങ്കിലും ഒരു അടവ് നയമെന്നോ എന്തെങ്കിലും പറഞ്ഞൊരു പേരിടും. പക്ഷെ നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, എന്തുകൊണ്ടാണ് CPM കുറേ കാലമായിട്ട് ഈ വിശ്വാസികളുടെ ഇടയിലേക്ക് നുഴഞ്ഞു കയറാൻ ശ്രമിക്കുന്നു എന്നുള്ളത് ആലോചിക്കണം. അങ്ങനെ അവർ പറയുന്നത് കേരളത്തിൽ BJP വളരാതിരിക്കണമെങ്കിൽ, കോൺഗ്രസിൻ്റെ മൃദു ഹിന്ദുത്വം അവസാനിപ്പിക്കണമെങ്കിൽ പാർട്ടി പ്രവർത്തകരും ഏതാണ്ട് ആ വിഭാഗത്തിനുള്ളിലേക്ക് കടക്കണമെന്ന രീതിയിലാണ്. അതിൻ്റെ ഭാഗമായിട്ട് ക്ഷേത്ര ഉപദേശക സമിതിയിലൊക്കെ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് അവർ കടന്നുകൂടിയിട്ടുണ്ട്. അതിൻ്റെ സെക്രട്ടറി വരെ ആയിട്ടുണ്ട്. ചില പ്രമുഖ ക്ഷേത്രങ്ങളുടെ ഉപദേശക സമിതിയുടെ സെക്രട്ടറി വരെ CPM-ൻ്റെ നേതാക്കളായിട്ടുണ്ട്. അതുമാത്രമല്ല, കൃഷ്ണരാജ് ആലോചിച്ചാൽ അറിയാം, തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റായിട്ട് മുൻകാലങ്ങളിലൊന്നും CPM അവരുടെ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളെ നിയോഗിച്ചിരുന്നില്ല. പക്ഷേ രണ്ട് ടേം മുമ്പ് അവർ അനന്തഗോപനെയാണ് അവിടെ പ്രസിഡൻ്റാക്കിയത്. അനന്തഗോപൻ CPM-ൻ്റെ സംസ്ഥാന കമ്മിറ്റി മെമ്പറായിരുന്നു. അതിപ്പോൾ കൊച്ചി ദേവസ്വം ബോർഡാണെങ്കിൽ ഇപ്പോൾ അവരെ ആക്കാൻ പോകുന്നത് CPM-ൻ്റെ മുൻ ഏരിയ സെക്രട്ടറിയാണ്. അതുപോലെ മലബാർ ദേവസ്വം ബോർഡിൽ അവരാക്കിയിരിക്കുന്നത് ഷൊർണൂരിലത്തെ CPM നേതാവിനെയാണ്. മുൻകാലങ്ങളിൽ ഈ ദേവസ്വങ്ങളുടെയൊക്കെ ഭരണം അവർ ഏൽപ്പിച്ചിരുന്ന ഘടകകക്ഷികളെയാണ്. അത് ദേവസ്വം ബോർഡ് ചെയർമാൻ സ്ഥാനം പങ്കിട്ട് കൊടുത്തിരുന്നതും ഘടകകക്ഷികൾക്കാണ്. ഇപ്പോൾ നോക്കൂ, CPIക്ക് പോലും ചെയർമാൻ സ്ഥാനമില്ല. ഇപ്പോൾ ഗുരുവായൂർ ദേവസ്വമാണെങ്കിൽ CPM ആണ്, തിരുവിതാംകൂർ ദേവസ്വം CPM ആണ്, മലബാർ ദേവസ്വവും CPM ആണ്. CPIക്ക് പോലും അവിടെയില്ല. അപ്പം എന്തുകൊണ്ടാണ് CPM ഇങ്ങനെ ക്ഷേത്ര ദേവസ്വങ്ങളുടെ സ്ഥാനങ്ങളിൽ കയറി പറ്റുന്നതെന്ന് വെച്ചാൽ, അവരെ സംബന്ധിച്ചിടത്തോളം കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ ഇന്ന് ജനങ്ങൾ തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. അത് കേരളത്തിൽ കമ്മ്യൂണിസം പറഞ്ഞു നടന്നാൽ വോട്ട് കിട്ടില്ല എന്നവർക്ക് തോന്നിയിരിക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ അവരവരുടെ പ്രവർത്തകരെ പഠിപ്പിക്കുന്നതിന് മുമ്പ് തന്നെ അവർ പെട്ടെന്ന് എടുത്തു ചാടി വിശ്വാസികളുടെ പ്രീതി പിടിച്ചു പറ്റാൻ ക്ഷേത്രങ്ങളിൽ പാർട്ടി പ്രവർത്തകർ സഹകരിക്കണമെന്നാക്കി. അവ പെട്ടെന്ന് ഇങ്ങനെ ഒരു തീരുമാനം വരുമ്പോൾ പാർട്ടി പ്രവർത്തകരുടെ ആശയക്കുഴപ്പം ഉണ്ടാവും. ഇങ്ങനെ ആശയക്കുഴപ്പം ഉണ്ടാകുന്നതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഈ ചർച്ചയ്ക്ക് ആധാരമായ കൊല്ലം കടയ്ക്കൽ ക്ഷേത്രത്തിൽ നടന്ന ആ ഗാനമേള. അവിടെ ഔചിത്യത്തിൻ്റെ ആണ് പ്രശ്നം, വേറെ ഒരു പ്രശ്നമൊന്നും ഞാൻ കാണുന്നില്ല. ഔചിത്യത്തിൻ്റെ ആണ്. ഒരു ഗാനമേള നടക്കുന്നത്, ഇവരിപ്പോൾ പറയുന്നത്, നമ്മുടെ സുഹൃത്ത് ജയരാജ് അടക്കം പറയുന്നത്, ക്ഷേത്ര ഉത്സവവുമായി ബന്ധപ്പെട്ട് ക്ഷേത്രത്തിന് പുറത്ത് നടത്തിയ ഒരു പരിപാടി എന്നാണ് പറഞ്ഞത്. ക്ഷേത്ര ഉത്സവവുമായി ബന്ധപ്പെട്ട് ക്ഷേത്രം ഇവിടെ നടത്തിയാലും ശരി, അത് ക്ഷേത്രാചാരത്തിൻ്റെ ഭാഗമാണ്. ഗാനമേള നടത്തുമ്പോൾ സാധാരണ ക്ഷേത്രങ്ങളിലെ ഭക്തി ഗാനങ്ങളെ പാടാറുള്ളൂ. രണ്ടാമത്തെ കാര്യം, തിരുവിതാംകൂർ ഭാഗത്തും മലബാർ ഭാഗത്തും അതുപോലെ മധ്യ കേരളത്തിലുമൊക്കെ ഈ ഉത്സവങ്ങളോടനുബന്ധിച്ച് വ്യത്യസ്ത പരിപാടികളാണ് നടത്തുന്നത്. ഇപ്പോൾ തിരുവിതാംകൂർ ഭാഗത്ത് കൂടുതലും കഥകളിയും കഥാപ്രസംഗവുമാണ്. തൃശ്ശൂർ ഭാഗത്താണെങ്കിൽ അത് കൂടുതലും ഗാനമേളകളും അതുപോലെ തന്നെ മറ്റു ചില തിരുവാതിരകളി അങ്ങനത്തെ ചില നൃത്തരൂപങ്ങളാണ്. മലബാറിലൊക്കെ ആകുമ്പോൾ തെയ്യം ആ രീതിയിലൊക്കെ മാറിപ്പോകുന്നു. അപ്പോൾ ഇങ്ങനെ ഓരോ സംസ്കാരം വരുമ്പോൾ തിരുവിതാംകൂറിൻ്റെ കണ്ണായ സ്ഥലമായ കൊല്ലത്തെ ഒരു ക്ഷേത്രത്തിലെ പരിപാടിക്കിടയ്ക്ക് അവരുടെ ഒരു രാഷ്ട്രീയ ഗാനം, അവരുടെ കൂത്തുപറമ്പ് വെടിവെപ്പ് കേസുമായി ബന്ധപ്പെട്ടുള്ള ഒരു പ്രവർത്തകൻ്റെ പേരുമായി ബന്ധപ്പെട്ട് പാട്ട് പാടുമ്പോൾ അത് ഔചിത്യക്കുറവാണ്. അത് സത്യത്തിൽ അവിടെ അത്രയല്ലേ സംഭവിച്ചുള്ളൂ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ഇത് അവിടെ ഒരു ക്ഷേത്രത്തിൽ പരിപാടി നടക്കുമ്പോൾ സാധാരണഗതിയിൽ അതിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ പുതിയ സാങ്കേതിക സംവിധാനം അനുസരിച്ച് കാണിക്കുകയാണെങ്കിലും ആ ക്ഷേത്രത്തിൻ്റെ ഉത്സവമോ അല്ലെങ്കിൽ ആ ക്ഷേത്രങ്ങളുടെ മുൻകാലങ്ങളിൽ നടന്ന ആചാരങ്ങളൊക്കെയാണ്. ഇവിടെ കാണിക്കുന്നത് DYFIയുടെ കൊടിയും പാർട്ടി ചിഹ്നവും ഒക്കെയാണ്. അപ്പോൾ ഇവർക്ക് ഒരു ഔചിത്യമില്ലെന്നുള്ളതാണ് അർത്ഥം. ഈ പാർട്ടിയുടെ പരിഹാസ്യമാവുകയാണ് ചെയ്തത്. അത് മാത്രമല്ല, ഇന്ന് ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ടല്ലോ, ക്ഷേത്രത്തിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് പണമുണ്ടെങ്കിൽ ധൂർത്തടിക്കാൻ പാടില്ല. കാരണം ഭക്തരുടെ പണമാണ്. ഭക്തരുടെ പണം എടുത്തിട്ട് വിപ്ലവഗാനം പാടുന്നവർക്ക് കൊടുക്കാൻ പാടില്ലെന്നാണ് അതിൻ്റെ പച്ച മലയാളം.
അപ്പം അങ്ങനെ ഇവർ വിപ്ലവഗാനം പാടിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല. ക്ഷേത്ര മൈതാനം ഉപയോഗിക്കുകയാണെങ്കിൽ അത് അവരുടേതായ ഒരു പരിപാടിക്ക് ഉപയോഗിക്കാൻ കുഴപ്പമൊന്നുമില്ല. ഇപ്പം തൃശ്ശൂർ തേക്കിൻകാട് മൈതാനം, ശരിക്കും ആ തേക്കിൻകാട് മൈതാനത്തിൽ ഇപ്പോൾ കൊച്ചി ദിവസം കൂടി ഇട്ടിരിക്കുന്ന പേര് വടക്കുന്നാഥ ക്ഷേത്ര മൈതാനം എന്നാണ്. പക്ഷേ ആ മൈതാനത്ത് CPM സമ്മേളനം നടത്താം, വിപ്ലവഗാനം പാടാം. നേരെ മറിച്ച് അവിടെ ശിവരാത്രി ഉത്സവം നടക്കുമ്പോൾ ഇതുവല്ലോ നടക്കുമോ? ഇല്ല. അത് ഞാൻ പറഞ്ഞ CPM കുറേ കാലമായിട്ട് അവരുടെ ഒരു വിഭ്രാന്തിയുണ്ട്. എന്ത്, ഭക്തരെ എങ്ങനെ ഞങ്ങളുടെ കൈക്കലാക്കാം, ഭക്തരെ എങ്ങനെ പോക്കറ്റിലാക്കാം, വിശ്വാസികളെ എങ്ങനെ പോക്കറ്റിലാക്കാം, ഇതൊരു വിഭ്രാന്തി കലർന്നിരിക്കുകയാണ്. അതുകൊണ്ടാണ് അവർ ഓരോ ഘട്ടത്തിലും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പരിപാടി നടത്തുകയും പിന്നീട് അതിനെ തള്ളിപ്പറയുകയും ചെയ്യുന്നത്. ഇപ്പോൾ ഇത് ചർച്ചാ വിഷയമായതുകൊണ്ടാണല്ലോ CPM അതിനെ പ്രതിരോധിക്കാൻ വന്നത്. നേരെ മറിച്ച് പാർട്ടി ആ ഏരിയ കമ്മിറ്റി നടത്തിയത്, അല്ലെ ആ ലോക്കൽ കമ്മിറ്റി നടത്തിയത്, അല്ലെങ്കിൽ ആ ഗാനമേള സംഘടിപ്പിച്ചത്, ആ ക്ഷേത്ര സമിതിയിലെ പാർട്ടി ഭാരവാഹികളുണ്ടെങ്കിൽ അവർ ചെയ്തത് തെറ്റാണെന്നല്ല പറഞ്ഞത്. അവിടുത്തെ ഒരു പാർട്ടിയുടെ നേതാവ് കഴിഞ്ഞ ദിവസം ഏതോ ചാനലിൽ പറഞ്ഞത് അതിനെ ന്യായീകരിച്ചുകൊണ്ടാണ് പറഞ്ഞത്. ഇന്നാണ് അവർ ആ ന്യായീകരണത്തെ എതിർക്കുന്നത്. കാരണം ഹൈക്കോടതി ചെവിക്ക് പിടിച്ചു. ഹൈക്കോടതി എന്താ പറഞ്ഞത്? ക്ഷേത്രാചാരങ്ങൾക്ക് മറ്റേ ഇഷ്ടമില്ല, ഹിതകരമല്ലാത്ത ഒന്നും നടത്താൻ പാടില്ലെന്നാണ്. നിങ്ങൾ നോക്കൂ, നമ്മുടെ തൃശ്ശൂർ പൂരം അറിയാമല്ലോ, അത് 101% ക്ഷേത്രാചാരം അടങ്ങിയ ഒരു ഉത്സവമാണ്. പക്ഷെ ആ ക്ഷേത്രാചാരങ്ങൾ, ആ ചിട്ടവട്ടങ്ങൾ അത് മറ്റേ വർണ്ണക്കാഴ്ചയായിട്ട് രൂപം കൊള്ളുമ്പോഴാണ് പൂരമായിട്ട് മാറുന്നത്. അതായത് തിരുവമ്പാടി, പാറമേക്കാവ് ക്ഷേത്രങ്ങളിലെ ഭഗവതിമാരുടെ വർഷാദ്യ കൂടിക്കാഴ്ചയാണ് തൃശ്ശൂർ പൂരം. അത് 30 മണിക്കൂറാണ്. നമ്മുടെ ചില ചാനലിലൊക്കെ 36 മണിക്കൂർ എന്നൊക്കെ പറയും. 30 മണിക്കൂറാണ്. അത് ഇടതടവില്ലാതെ, വിശ്രമമില്ലാതെ, ഇടവേളയില്ലാത്ത ചടങ്ങാണ്. ആ ചടങ്ങുകൾക്ക് കുടയും ആലവട്ടവും ചാമരവും നെറ്റിപ്പൊട്ടവും കൊടുക്കുമ്പോഴാണ് പൂരമാകുന്നത്. ആ പൂരം ആസ്വദിക്കാൻ ജാതി മതഭേദമന്യേ എല്ലാവരും എത്തും. അത് തേക്കിൻകാട് മൈതാനത്താണ് നടക്കുന്നത്. പക്ഷേ ക്ഷേത്രത്തിനുള്ളിലേക്ക് വരുമ്പോൾ അവിടെ ആചാരം മാത്രമാണ്, അവിടെ വിശ്വാസികൾക്ക് മാത്രമാണ്, അവിടെ 100% മറ്റേ ക്ഷേത്രത്തിൻ്റെ ചിട്ടപ്രകാരം നടക്കുന്നതാണ്. നേരെ പുറത്ത് വരുമ്പോൾ അത് പൂരമായിട്ട് മാറുന്നു. എല്ലാവർക്കും ഒരുമിച്ച് പങ്കാളികളാകാൻ പറ്റും. ആ ക്ഷേത്രത്തിൻ്റെ പൂരത്തിൻ്റെ ഒരു 6 വർഷമോ 7 വർഷമോ മുമ്പ് വടക്കുന്നാഥ ക്ഷേത്രത്തിൻ്റെ മുമ്പിലൊരു ബോർഡ് പ്രത്യക്ഷപ്പെട്ടു. തൃശ്ശൂർ പൂരത്തിന് സഹായധനം അനുവദിച്ച പിണറായി വിജയന് അഭിവാദ്യങ്ങൾ എന്ന് പറഞ്ഞിട്ട് ബോർഡ് പ്രത്യക്ഷപ്പെട്ടു. തൃശ്ശൂർ പൂരത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യത്തെ ബോർഡാണത്, ഒരു മുഖ്യമന്ത്രിക്ക് അഭിവാദ്യം അർപ്പിച്ച്. അതിനുമുമ്പ് തൃശ്ശൂർക്കാരനായ അച്യുതമേനോൻ ഭരിച്ചിട്ടുണ്ട്, അതിനുമുമ്പ് തൃശ്ശൂർക്കാരനായ കരുണാകരൻ ഭരിച്ചിട്ടുണ്ട്, അതിനുമുമ്പ് തൃശ്ശൂർക്കാരായ ഇക്കണ്ടവാര്യരും അതുപോലെ മറ്റൊരുപാട് പേരും കൊച്ചി രാജ്യത്ത് ഭരിച്ചിട്ടുണ്ട്. അവരുടെ ആരുടെയും പേരും ബോർഡും വന്നിട്ടില്ല. അങ്ങനെ വന്നപ്പോൾ ഇത് അതിന് അഭിവാദ്യം അർപ്പിച്ച് എത്രയോ 16 ലക്ഷം രൂപയെങ്ങാണ്ട് മറ്റേ പൂരത്തിന് കൊടുത്തു. കോടിക്കണക്കിന് രൂപ ഭക്തർ, വിശ്വാസികൾ, കരക്കാർ പിരിച്ചെടുത്തിട്ടാണ് തൃശ്ശൂർ പൂരം നടത്തുന്നത്. അവിടെ ഈ 16 ലക്ഷം കൊടുത്തിട്ടാണ് അഭിവാദ്യം വെച്ചത്. പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും? ക്ഷേത്രോപദേശക സമിതിയിൽ അവർക്ക് പ്രാതിനിധ്യം ഉണ്ടായിരുന്നു. അവർ ആ ബോർഡ് വെച്ചു. കൊച്ചി ദേവസ്വം ബോർഡ് ഭരിക്കുന്ന CPM ആണ്. ബോർഡ് ആരും എടുത്ത് മാറ്റാനും പോയില്ല. ഞാൻ പറയുന്നത് എന്തുകൊണ്ടാണ് അവരങ്ങനെ ബോർഡ് വെച്ചത്? ആ പൂരത്തിന് അങ്ങോട്ട് ബോർഡ് വെച്ചാൽ അതൊക്കെ CPM ഒരു പിന്തുണയോടെയാണ് പൂരം നടത്തുന്നതെന്ന് നമ്മുടെ തൃശ്ശൂർക്കാർ ധരിക്കുമെന്ന് ഇവർ വിചാരിച്ചു. ഇതൊരു മണ്ടത്തരമല്ലേ? അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, ഇവർക്ക് ക്ഷേത്രങ്ങളിൽ കടന്നു കയറണം, പക്ഷേ പരസ്യമായി പറയാനൊരു മടി. എന്നാൽ അത് അണികളിലേക്ക് എത്തിക്കാനായിട്ട് വേണ്ടത്ര പഠന ക്ലാസ്സും കൊടുത്തില്ല. മറ്റേ ശ്രീരാജ് ഒരു കാര്യം മനസ്സിലാക്കണം. അതായത് കുറേ കാലം മുമ്പ് CPM നയവും പരിപാടിയും രൂപീകരിക്കുന്ന അവരുടെ സംഘടനാപരമായ ചട്ടക്കൂട് വെച്ചുകൊണ്ടാണ്. അതനുസരിച്ചിട്ട് വേണം അവർ നയമൊക്കെ രൂപീകരിക്കാൻ. അതില്ലാത്തൊരവസ്ഥയിൽ ആർക്ക് വേണമെങ്കിലും നയം രൂപീകരിക്കാം എന്നൊരവസ്ഥ വന്നിരിക്കുകയാണ്. അങ്ങനെ ഒരവസ്ഥ വരുന്നത് കൊണ്ടാണ് ഈ കടക്ക ക്ഷേത്രത്തിൽ മറ്റേ DYFIയുടെ കൊടി ആ വേദിയിൽ കാണിച്ചത്. അത് നോക്കൂ, അത് സാധാരണ രീതിയിൽ അത് ഇപ്പോഴത്തെ ഡിജിറ്റൽ സമ്പ്രദായം വെച്ചുകൊണ്ടാണ് ഈ കൊടിയും പാട്ടും മറ്റേ ചിഹ്നമൊക്കെ അതിൽ കാണിക്കുന്നത്. അത് മുൻകൂട്ടി പ്ലാൻ ചെയ്യേണ്ടത് കൊണ്ടുവരാൻ പറ്റില്ല. അപ്പം അങ്ങനെ വരുമ്പോൾ അതവിടെ അവർ പാടിയ പുഷ്പനെ അറിയാമെന്നുള്ള പാട്ട് ആ പാർട്ടിയുടെ മറ്റേ സമ്മേളനങ്ങളിൽ പാടുന്ന അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗാനമാണ്. അത് അവിടെ പാടിയ അവരുടെ കോൺഗ്രസ്സുകാരുടെ പാട്ട് വേറെയല്ലേ, BJPക്കാരുടെ പാട്ട് വേറെയല്ലേ, മുസ്ലിം ലീഗിൻ്റെയും കേരള കോൺഗ്രസിൻ്റെയും പാട്ട് വേറെയല്ലേ? അതെന്നാൽ എല്ലാം പാടായിരുന്നല്ലോ അവർക്ക്. എന്തിനാ ഇത് മാത്രം പാടിയത്? അപ്പം അതാ പറഞ്ഞ ഔചിത്യമില്ലായ്മ എന്നുള്ളത്. ഇവിടെ നേരത്തെ നമ്മുടെ സുഹൃത്ത് ജയരാജ് പറയുന്നത് കേട്ടു, കഥാപ്രസംഗത്തിലെ സാംബശിവൻ ചില കഥകളൊക്കെ കൊണ്ടുവന്ന്. ശരിയാണ്, സാംബശിവൻ കൊണ്ടുവന്ന കഥകൾ ടോൾസ്റ്റോയി കഥകളാണ്.
അല്ലെങ്കിൽ മറ്റ് ലോക പ്രശസ്തങ്ങളായ ക്ലാസിക്കുകളാണ് മലയാളത്തിലേക്ക് അവതരിപ്പിച്ചത്. സാംബശിവൻ ഒന്നാന്തരം കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു, എല്ലാവർക്കും അറിയാം. കടാമംഗല സദാനന്ദൻ കാഥികൻ ഒന്നാന്തരം കമ്മ്യൂണിസ്റ്റായിരുന്നു, എല്ലാവർക്കും അറിയാം. പക്ഷെ ഇവരൊക്കെ ക്ഷേത്രങ്ങളിൽ വന്ന് കഥാപ്രസംഗം നടത്തുമ്പോൾ ആ ക്ഷേത്രപ്പറമ്പിലെ ഔചിത്യമനുസരിച്ചുള്ള കഥകളാണ് പാടുക. അതിപ്പോൾ ഏത് കഥയും വിദേശ കഥകളും പറയാൻ കുഴപ്പമൊന്നുമില്ല, കഥയാവണമെന്ന് മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് കാറൽ മാർക്സിൻ്റെ മൂലധനത്തെക്കുറിച്ചല്ല ഇവരാരും പാടിയത്, ലെനിൻ്റെ വിപ്ലവത്തെക്കുറിച്ചല്ല ഇവരാരും പാടിയത്, ഒക്ടോബർ വിപ്ലവത്തെക്കുറിച്ചല്ല ഇവരാരും കഥ പറഞ്ഞത്. അപ്പോൾ ഇന്നത്തെ സാഹചര്യത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വളരാൻ കഴിയാത്ത, CPM-ന് വളരാൻ കഴിയാത്ത സാഹചര്യത്തിൽ അവരെന്ത് ചെയ്തു? അവരിതുവരെ പറഞ്ഞിരുന്ന കുറേ വിപ്ലവവും പ്രത്യയശാസ്ത്രവും അതുപോലെ വൈരുദ്ധ്യാത്മക ഭൗതികവാദമൊക്കെ മാറ്റിവെച്ചുകൊണ്ട് സാധാരണക്കാരായ ജനങ്ങളെ എല്ലാവരും വിശ്വാസികളാണ്. CPM-ലെ തന്നെ ഭൂരിപക്ഷവും വിശ്വാസികളാണ്. അവരുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ കഴിഞ്ഞ ദിവസം അവരുടെ കായംകുളം MLA പ്രതിഭ എവിടെയോ പറയുന്നത് കേട്ടു. അവർ വിശ്വാസിയാണെന്ന് പറഞ്ഞു കേട്ടു. അവർ പൊങ്കാലിടുന്നതിനെ കുറിച്ച് പറഞ്ഞു കേട്ടു. അവർ രാമായണം വായിക്കുന്നവർ മറ്റേ ഫേസ്ബുക്കിൽ ഇടുന്നുണ്ട്. ഇനി അതുമാത്രവുമല്ല, ഈ ക്ഷേത്രാചാരങ്ങളുമായി ബന്ധപ്പെട്ട പല പരിപാടികളിലും പാർട്ടി പ്രവർത്തകർ സജീവമായി പങ്കെടുക്കുന്നുണ്ട്. പങ്കെടുക്കുക തന്നെയാണ് വേണ്ടത്. കാരണം ഇത്രയും കാലം അവർ വിശ്വസിച്ചിരുന്നൊന്നും അല്ല മറ്റേ ജനങ്ങൾ ഇഷ്ടപ്പെടുന്നത് വിശ്വാസവും അവിശ്വാസവും മതേതരവും എല്ലാം കൂടി ചേർന്ന ജനാധിപത്യമാണ് ഇന്ത്യയിലുള്ളത്. അതാണ് കേരളത്തിലുള്ളതെന്ന് മനസ്സിലാക്കാൻ ഇത് നല്ലതാണ്. നേരെ മറിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറയുന്നത് മാത്രമാണ് ശരി, CPM പറയുന്നത് മാത്രമാണ് ശരി എന്ന് പറഞ്ഞ കാലഘട്ടത്തിൽ നിന്നും അവർ മാറി വരുന്നത് നല്ലതാണ്. പക്ഷെ അപ്പോഴും ഇവിടേക്ക് എത്തുമ്പോൾ ഈ പുതുമ കൊണ്ട് ചിലപ്പോൾ അവർക്ക് മണ്ടത്തരം പറ്റും. അങ്ങനെ പറ്റിയൊരു മണ്ടത്തരമാണ് ഈ കടക്കിൽ സംഭവിച്ചത്. അത് ഹൈക്കോടതി അത് മുഖവിൽ വളരെ ഗൗരവത്തിലെടുത്തിരിക്കുക. ഹൈക്കോടതി ദേവസ്വം ബോർഡിന് അവർ നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രശാന്ത് പറയുന്നത് കേട്ടു. ഏത് കാര്യം അന്വേഷിക്കുന്നൊക്കെ ആരോട് അന്വേഷിക്കാൻ? പാർട്ടിയുടെ പ്രാദേശിക നേതാക്കൾ അറിഞ്ഞുകൊണ്ട് അവിടെ അവതരിപ്പിച്ച കൊടിയും ചിഹ്നവും ഒക്കെ കാണിച്ചിട്ട് എന്ത് അന്വേഷിക്കാനുള്ളത്? അവർ നടപടി എടുക്കുകയായിരുന്നു വേണ്ടത്. അപ്പോൾ ഇത് അടിസ്ഥാനപരമായ കാരണം എന്താ വെച്ചാൽ ഔചിത്യത്തോട് പെരുമാറാൻ, വിശ്വാസികളെ സമീപിക്കുമ്പോൾ ഔചിത്യത്തോട് പെരുമാറാൻ പാർട്ടിക്ക് ഇനിയും